ഈ ഒരു ആപ്പ് ഉപയോഗിക്കുന്നതോട് കൂടിയിട്ടൊരു ഫാബ്രിക്കേറ്റർക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾപ്പെട്ട ഒന്നാണ്, പുതിയതായിട്ട് നമ്മൾ ഒരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് ഒരു കൊട്ടേഷനായിട്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഫോട്ടോസ് അടക്കം ലിസ്റ്റ് ചെയ്യാൻ പറ്റും. മാത്രമല്ല നമുക്ക് പുതിയതായിട്ടൊരു കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും വിത്ത് ഇമേജും കാര്യങ്ങളൊക്കെ ഉള്ള രീതിയിൽ തന്നെ. ഒരു പാർട്ടിയെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റായിട്ട് തന്നെ ആ ഡിസൈനിന് പിന്നീട് കൺഫ്യൂഷൻ വരാത്ത രീതിയിൽ ആ കൊട്ടേഷനിൽ തന്നെ ആ കളറും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാൻ പറ്റും. പിന്നീട് നമുക്ക് ഉള്ളൊരു ഗുണം എന്താ വെച്ചാൽ, നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു വർക്ക് ഈ ഫ്ലെക്സി ഫോൾഡ് എന്ന കമ്പനിക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് തന്നെ കളറും ഡിസൈനും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ ഓർഡർ ചെയ്യാൻ പറ്റും. പിന്നീട് നമുക്കുള്ളൊരു ഗുണം എന്താ വെച്ചാൽ, നമുക്ക് ഒരു വീട്ടിലൊക്കെ ചെല്ലുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും ഏത് മോഡൽ ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഡെമോ ടെംപ്ലേറ്റ് ഈ ആപ്പിലുണ്ട്. അപ്പോൾ ഒരു പാർട്ടിക്ക് അത് നമുക്ക് കാണിച്ചു കൊടുത്തിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളിൽ അവരെ കൊണ്ട് തന്നെ സെലക്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ കൺഫ്യൂഷൻ ഇല്ലാത്ത നമുക്ക് പുതിയതായിട്ടുള്ള ഒരു വർക്ക് ആ ഡിസൈനിൻ്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ വരില്ല. അപ്പോൾ അതിൽ തന്നെ ആ കാറ്റലോഗിൻ്റെ ഫ്ലെക്സി ബോണ്ട് എന്നുള്ള ഒരു PV സീറ്റിൻ്റെ കാറ്റലോഗിലുള്ള നമ്പേഴ്സും കാര്യങ്ങളൊക്കെ അതിൽ ഓൾറെഡി ഉണ്ട്. പിന്നെ ഉള്ളൊരു ഗുണം എന്താ വെച്ചാൽ, നമ്മൾ ചെയ്ത വർക്കുകൾ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും, മറ്റുള്ളവർ ചെയ്ത വർക്കുകളെ നമുക്ക് കാണാൻ പറ്റും, അത് നമുക്ക് ലൈക്ക് അടിക്കുക, സേവ് ചെയ്ത് വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നടക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് രീതിയിൽ ഒരു ഫാബ്രിക്കേറ്റർക്ക് അവൻ്റെ വർക്കിലും അവൻ്റെ ലൈഫിലൊക്കെ ക്വാളിറ്റി ഉണ്ടാക്കാൻ പറ്റിയ രീതിയിലുള്ള പല കാര്യങ്ങളും ഈ ആപ്പിലുണ്ട്. അപ്പോൾ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് നമുക്കൊന്ന് നോക്കാം. പിന്നീട് വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ട്സ് എന്നുള്ളതാണ്. അതായത് ഫ്ലെക്സി ഫോൾഡിലേക്ക് ഓർഡർ ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് 6 പ്രൊഡക്ട്സാണ് ഇതിൽ കാറ്റഗറി ആയിട്ട് ഉണ്ടാവുക. അങ്ങനെ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള കളർ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. ഇതിൽ നോക്കിയാൽ തന്നെ അറിയാം, ഡോർ വിത്ത് ഹാൻഡിൽ, അലുമിനിയം ഗ്ലാസ് ഡോർ വിത്ത് ഹാൻഡിൽ, ഡ്രോവർ വിത്ത് ഹാൻഡിൽ. അപ്പോൾ ഓരോന്നിനും അതിൻ്റെ റേറ്റുകളിലുള്ള വേരിയേഷൻ ഉണ്ടാവുന്നതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വരുന്നത്. അതിന് ഓരോന്നിലും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അവൻ്റേതായിട്ടുള്ള കസ്റ്റം ഡിസൈന് സെലക്ട് ചെയ്യാൻ പറ്റും. കളേഴ്സ് ആണെങ്കിലും ഹാൻഡിലൊക്കെ ആണെങ്കിലും അതൊക്കെ ചെയ്യാൻ പറ്റും. പിന്നീട് നമുക്ക് വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കാറ്റലോഗാണ്. അപ്പോൾ അതായത് അലുമിനിയത്തിൻ്റെ കളേഴ്സ്, ഹാൻഡിലിൻ്റെ കളേഴ്സ്, അതേപോലെ ഷീറ്റ്, ഏതൊക്കെ ഷീറ്റുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്, ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഗ്ലാസ് ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കാറ്റലോഗ് എന്ന് പറയുന്നത്. പിന്നെ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കസ്റ്റം ടെംപ്ലേറ്റ്സ് ആണ് ഇതിലുള്ളത്. അതായത് നമുക്കൊരു വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ആ ഒരു കളർ കോമ്പിനേഷൻ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളതിൽ കൺഫ്യൂഷൻ വരാതിരിക്കാൻ ആപ്പിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ ഉള്ള അതിൻ്റെ കളർ കോഡും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും.